എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തദ്ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ 2 ഘട്ടമായിട്ട് നടത്തുന്നതാണ്. ഡിസംബർ 9, 11 തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 941 പഞ്ചായത്തുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും മട്ടന്നൂർ ഒഴികെയുള്ള 86 മുനിസിപ്പാലിറ്റികളിലായിട്ട് 6 കോർപ്പറേഷൻ എന്നിവിടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി 2027 വരെയാണ്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. സംവരണ വാർഡുകളുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും നറുക്കെടുപ്പ് ഒക്ടോബർ അവസാനത്തോടുകൂടി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിച്ച് കൂട്ടിച്ചേരലുകൾക്കായിട്ട് അനുവദിച്ച 2 ദിവസത്തെ അപേക്ഷകൾ കൂടി പരിഗണിച്ച് 14-ന് അനുബന്ധ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. 2020 ഡിസംബർ 21-നാണ് നിലവിലുള്ള ഭരണസമിതികൾ ചുമതലയേറ്റത്. പുതിയ ഭരണസമിതികൾ ഡിസംബർ 21-ന് ചുമതലയേൽക്കേണ്ടതാണ്. 2020-ൽ കോവിഡ് കാലത്ത് ഡിസംബർ 8, 10, 14 തീയതികളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.